സമാധാനത്തിന്റെ നേർത്ത നൂലിഴകൾക്കുള്ളിൽ കോർത്തെടുത്ത ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുമ്പോഴും ഗൾഫ് മേഖലയുടെ ആകാശത്ത് ഇറാനിയൻ വ്യോമാതിർത്തി ലംഘിച്ച് അമേരിക്ക നടത്തിയ ഇറാന് നൽകിയ മറുപടി അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഏതായാലും തങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ എത്തിയ അമേരിക്കൻ അഹങ്കാരത്തിന്റെ ആകാശരൂപമായ MQ-9 റീപ്പർ ഡ്രോണിനെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെടിവെച്ചിട്ടു എന്ന വാർത്ത കേവലം ഒരു സൈനിക നടപടി മാത്രമായി ഒതുങ്ങില്ല. അതായത് ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യ ശ്രമങ്ങൾക്കുള്ള കനത്ത ഒട്ടുകൂടിയാണ്. എന്തായാലും സാമ്രാജ്യത്വ ശക്തികളുടെ അത്യാധുനികമായ യുദ്ധവിമാനങ്ങളായ F-35നെയും നിരീക്ഷണ ഡ്രോണായ RQ-4നെയും വരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ നടത്തിയ ഈ വൻ പ്രതിരോധം തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാൻ തുനിയുന്ന ഏത് വൻ ശക്തിയെയും വിറപ്പിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ്. വെടിനിർത്തൽ കരാറുകളെയും നയതന്ത്ര ചർച്ചകളെയും തകിടം മറിച്ചുകൊണ്ട് മേഖലയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന അമേരിക്കയ്ക്കുള്ള കൃത്യമായ താക്കീതായി ഈ സംഭവം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേവലം ഒരു സാങ്കേതിക മുന്നേറ്റം എന്നതിലുപരി മേഖലയിലെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഭാഗ്യശക്തികൾക്കെതിരെയുള്ള ഇറാന്റെ അചഞ്ചലമായ നിലപാടാണ് ഈ പ്രത്യാക്രമണത്തിലൂടെ വീണ്ടും വ്യക്തമാകുന്നത്. ലോകമെമ്പാടും ഭീതി വിതയ്ക്കാൻ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നാണ് ജനറൽ അറ്റോമിക്സ് വികസിപ്പിച്ചെടുത്ത MQ-9 റീപ്പർ ഡ്രോണുകൾ. 900 കുതിരശക്തിയുള്ള ഹണിവെൽ ടർബോ പ്രോപ്പ് എഞ്ചിന്റെ കരുത്തിൽ 50,000 അടി ഉയരത്തിൽ 27 മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ഈ അത്യാധുനിക ഡ്രോണുകൾ ഹെൽ ഫയർ മിസൈലും ലേസർ ഗൈഡ് ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ എത്ര വലിയ സാങ്കേതിക വിദ്യയുമായി വന്നാലും ഇറാന്റെ ആകാശത്തേക്ക് അനുവാദമില്ലാതെ കടന്നു കയറാൻ, അതായത് കടന്നു കയറിയാൽ, അത്തരത്തിൽ കടന്നു കയറാനുള്ള ഒരു ശ്രമം നടത്തിയാൽ വെന്ത് വെണ്ണീരാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നുഴഞ്ഞുകയറ്റക്കാരെ കൃത്യമായി തിരിച്ചറിയാൻ ശേഷിയുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമ അതിർത്തി ലംഘിച്ച് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഒരേ സമയം ആഞ്ഞടിക്കുകയായിരുന്നു. അമേരിക്ക തങ്ങളുടെ അത്യാധുനിക മോഡുലർ ഡിസൈനർ മിനിമം കൊളാറ്ററൽ ഡാമേജും പറഞ്ഞു പുകഴ്ത്തുന്ന റീപ്പർ ഡ്രോണുകൾ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ വെറും കളിപ്പാട്ടങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഗൾഫ് മേഖല സാക്ഷ്യം വഹിച്ചത്. ഈ തിരിച്ചടിയിലൂടെ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവവും സൈനിക മികവും അമേരിക്കൻ തന്ത്രങ്ങളുടെ പരാജയത്തെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. ഒരു വശത്തെ പ്രാദേശിക വെടിനിർത്തലിനും സമാധാനത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്താകട്ടെ രഹസ്യ നിരീക്ഷണങ്ങളും ആകാശത്തുള്ള കടന്നുകയറ്റങ്ങളും നടത്തുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. എന്തായാലും ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനും തങ്ങളുടെ സൈനിക സാന്നിധ്യം നിലനിർത്തുവാനും അമേരിക്ക നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഡ്രോൺ വിന്യാസം. എന്നാൽ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളെ മുൻകൂട്ടി പ്രവചിച്ച ഇറാൻ സൈന്യം മേഖലയിലെ വെടിനിർത്തൽ ലംഘനത്തിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള തങ്ങളുടെ നിയമപരവും കൃത്യവുമായ അവകാശം വിനിയോഗിക്കുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറുന്നത് അമേരിക്ക പതിവാക്കിയത്. എന്നാൽ അതിന് ഇറാൻ മണ്ണിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വ്യോമാക്രമണം തങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുന്നവർക്കുള്ള ഇറാന്റെ ശക്തമായ മറുപടിയാണ്. ചർച്ചകളുടെ മേശയിലിരുന്ന് പിന്നിൽ നിന്നും കുത്തുന്ന അമേരിക്കൻ നയതന്ത്രത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരം കൂടി. ഇറാന്റെ ഈ അപ്രതീക്ഷിതവും ദൃഢവുമായ തിരിച്ചടി അമേരിക്കയിലെ പെന്റഗൺ ആസ്ഥാനത്തെയും വൈറ്റ് ഹൗസിനെയും ഒരുപോലെ ഉലച്ചിരിക്കുകയാണ്. തങ്ങളുടെ അഭിമാന സ്തംഭങ്ങളായ MQ-9 റീപ്പറും F-35 യുദ്ധവിമാനങ്ങളും ഇറാന്റെ റഡാറുകൾ കുടുങ്ങുകയും വേട്ടയാടപ്പെടുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യം അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തായാലും അറബിക്കടലിലും പേർഷ്യൻ ഗൾഫിലും തങ്ങൾക്ക് മാത്രമാണ് ആധിപത്യം എന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയെയാണ് ഇറാൻ അവരുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ അങ്ങനത്തെ ഫിനിഷ് ആക്കിയിരിക്കുന്നത്, മുട്ടുകുത്തിച്ചിരിക്കുന്നത്. മേഖലയിലെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ഇറാൻ മാറുമ്പോൾ അമേരിക്കയുടെ ആഗോള സൈനിക മേധാവിത്വത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒന്നായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കൃത്യതയാർന്ന ഈ സൈനിക നടപടി പശ്ചിമേഷ്യയിൽ ഇനി അമേരിക്ക വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നതിന്റെ ശക്തമായ സന്ദേശം കൂടിയാണ്. ആകാശത്ത് അതിരുകൾ കാക്കാൻ ചോര ചിന്താൻ മടിക്കാത്ത ഒരു ജനതയ്ക്ക് മുന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും തകർന്നടിയാൻ കഴിയൂ എന്ന്
അല്ലെങ്കിൽ തകർന്നടിയാനേ കഴിയൂ എന്ന സംഭവം, അതായത് കഴിയൂ എന്നുള്ള കാര്യം ഈ സംഭവത്തോടെ വ്യക്തമാവുകയാണ്. തീയതി വ്യക്തമാക്കാത്ത പ്രസ്താവനയിലൂടെ IRGC പുറത്തുവിട്ട ഈ വിവരങ്ങൾ അമേരിക്കയുടെ അജേയമായ വാദങ്ങളെ അപ്പാടെ തകർത്തു തരിപ്പണമാക്കുകയാണ്. ലോകമെമ്പാടും അധിനിവേശത്തിന്റെ ചരിത്രം മാത്രമാണ് അമേരിക്കയ്ക്ക് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഇറാന്റെ മണ്ണും അവകാശവും എന്നും ഒരു കീറാമുട്ടിയായി തുടരുമെന്ന് ഈ ഡ്രോൺ വേട്ട വ്യക്തമാക്കുകയാണ്. സമാധാനത്തിന്റെ ചർച്ചകൾക്ക് ഭംഗം വരാതെ തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ കാണിച്ച ഈ ധീരത ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ്.